തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ പത്രോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഉപേക്ഷിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ളൊരു ചോദ്യമാണ്, നഷ്ടപ്പെടുത്തിയ ഞങ്ങൾക്ക് എന്താ കിട്ടുക? കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രം നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമാന്യ ബുദ്ധിയുടെ ലോജിക്കിൻ്റെ മേഖലയിൽ കർത്താവേ ഞങ്ങൾക്ക് വെളിച്ചം തരണേ. ഈ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് ആഴമുള്ള അർത്ഥതലങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുമ്പം ഞങ്ങളിനി ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധയമ്മേ, വളരെ പ്രത്യേകമായി ശാലോം ടെലിവിഷനിലൂടെ ഓൺലൈനിലൂടെ ഈ നിമിഷം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഉപേക്ഷയുടെ ആത്മീയത പഠിപ്പിക്കാൻ തക്ക വിധം ആത്മാവിൻ്റെ ജ്വലനം ഞങ്ങളിലും കേൾക്കുന്നവരിലും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കണേ മാതാവേ. വിശുദ്ധരെ, വിശുദ്ധ യോസേപ്പായി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ശരീരറ്റം സ്നേഹമുള്ളവരെ, കൂടെ നടന്ന ശിഷ്യൻ കുറച്ചു കാലം കഴിഞ്ഞപ്പം ഗുരുവിനോട് തൻ്റെ ഉള്ളിലെ ഒരാകുലതയെ പങ്കുവയ്ക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. തിബേരിയോസിൻ്റെ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിച്ചുവെന്ന് വചനം വ്യക്തതയോടുകൂടിയിട്ട് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തമ്പുരാൻ അവരോട് ആവശ്യപ്പെട്ടത് വള്ളവും വലയും ഉപേക്ഷിച്ച് അനുഗമിക്കുക. മാറ്റിവെച്ചിട്ട് അനുഗമിക്കാനല്ല, ഉപേക്ഷിച്ചിട്ട് അനുഗമിക്കാനാണ് പറഞ്ഞത്. ഒരുപക്ഷെ തമ്പുരാൻ്റെ ആ ഒരു ആഹ്വാനത്തിൻ്റെ അഭിഷേകം, വാക്കിൻ്റെ ഒരു അത്ഭുതകരമായ കൃപ അവരിൽ വല്ലാത്ത ഒരു ചലനം ഉണ്ടാക്കി. വളരെ വേഗത്തിൽ തന്നെ വള്ളവും വലയും മാതാപിതാക്കളെയും ഒക്കെ വിട്ട്, ജീവിത പങ്കാളിയെയും ഒക്കെ വിട്ട് ഈ ശിഷ്യന്മാരിൽ അധികം പേരും ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. അനുഗമിച്ച് ഏതാണ്ട് ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തിക്കഴിയുമ്പം മൂന്നാവർത്തി താൻ ജെറുസലേമിലേക്ക് പോകുന്നുവെന്നും സഹന വഴികളിലൂടെ കടന്ന് രക്ഷാകരമായ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണമെന്നും നിങ്ങളും സഹിക്കേണ്ടി വരും, ചിതറിക്കപ്പെടുമെന്നുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെ കൂടെ ശിഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പം അറിയാതെയാണെങ്കിലും അവരിൽ ഉരുവാകുന്നൊരു ചോദ്യമാണ്, ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? തമ്പുരാൻ വളരെ വ്യക്തതയോടുകൂടിയിട്ട് അവിടെ തന്നെ എന്നെ പ്രതി മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ചാൽ 100 ഇരട്ടി കിട്ടും, ഈ ഭൂമിയിൽ നിത്യസൗഭാഗ്യവും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഈ ഉപേക്ഷയുടെ ആത്മീയതയോട് ബന്ധപ്പെടുത്തിയിട്ട് ചില ചിന്തകൾ നമ്മൾ ഉള്ളിൽ കുറിക്കണം, നല്ലതാണ്. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ഒരു നഷ്ടത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുക എന്നാണ്. ഏതു ജീവിതാന്തസ്സിലും ഇത് പ്രധാനപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിച്ചു കടന്നു പോയിക്കൊണ്ടിരുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി തന്നിഷ്ടം മാത്രം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഏറ്റവും മുൻപന്തിയിൽ നിർത്തിയിരുന്ന ഒരു വ്യക്തി തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ബലികഴിക്കാനായിട്ട് ചില ഉപേക്ഷയുടെ വഴികളിലൂടെ കടന്നു പോകാനായിട്ട് തീരുമാനമെടുത്ത് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, ചിലരൊക്കെ ഏകസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ അഭിഷേകം, ഒരു വലിയ കൃപയാണ്. കൃപയെന്ന് വിളിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. പല ആളുകളും വൈവാഹിക ജീവിതത്തിൻ്റെ വഴികളിൽ പരാജയപ്പെടുന്നവർ, അല്ലെങ്കിൽ പരാജയത്തെ കൺമുൻപിൽ കാണുന്നവർ, മുൻപോട്ടൊരു വിധത്തിലും പോകാൻ കഴിയാതെ ഇങ്ങനെ കാറ്റിലും കോളിലും പെട്ട് വല്ലാണ്ട് കഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മറ്റ് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ എന്തോ ഒരു കുറവുണ്ട്. ഞാൻ ആ കുറവിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപയുടെ കുറവ്. വലിയ കഴിവുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ സെയിം ഫീൽഡിലൊക്കെ ജോലിയെടുക്കുന്ന, സിനിമാ മേഖലയിലൊക്കെ ജോലിയെടുക്കുന്നവർ പലപ്പോഴും ഏറെ
രഹസ്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറങ്ങളും മുഴുവനും അറിയുന്നവർ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒടുവിൽ എന്തായിത്തീരുന്നു? പരാജയമായി മാറുന്നു. കാരണം അവിടെ കഴിവുകളേ ഉള്ളൂ, കൃപയില്ല. ഒരു ചേച്ചി എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. ജീവിത പങ്കാളിയും ഈ ചേച്ചിയും തമ്മിൽ പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലൊക്കെ എന്നോട് പറഞ്ഞ ഒരു ഉദാഹരണം, ചേച്ചിക്ക് ഭയങ്കരമായ ചൂടാണ്, ചേട്ടന് നേരെ ഓപ്പോസിറ്റും. ഏത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും അതികഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയിലും അദ്ദേഹത്തിന് തണുപ്പുവാണ്. പലപ്പോഴും ജീവിതത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയാണ്. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഫാനില്ലാതെ കിടന്നുറങ്ങാനായിട്ട് കഴിയാത്ത അവസ്ഥയും, അദ്ദേഹത്തിനാണെങ്കിൽ അത് ഇട്ട് കിടക്കാൻ കഴിയാത്ത അവസ്ഥയും, രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ തങ്ങളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു 50 ആണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. തമ്പുരാൻ്റെ ഒരു വലിയ കൃപ. വലിയ ദൈവശാസ്ത്രമൊന്നും പഠിക്കാതെ ഉപേക്ഷിക്കലിൻ്റെ പുറകിലെ കൃപ കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു സഹോദരി പങ്കുവച്ചതാണ്. ഓരോ വ്യക്തിയും, ഓരോ കുടുംബജീവിതക്കാരനും, ഓരോ സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയും ഇന്ന് മനസ്സിൽ കുറിക്കേണ്ട, ഹൃദയത്തിൽ ആഴത്തിൽ പച്ച കൊത്തി വെക്കേണ്ട ഒരു കാര്യമാണ്, ഉപേക്ഷിക്കലിൻ്റെ പുറകിൽ അനുഗ്രഹമാകണമെങ്കിൽ കൃപയുടെ ആവശ്യമുണ്ട്. കൃപ കിട്ടിയവർക്ക് മാത്രമേ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്, ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ ഈ കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയെയും അനുഗ്രഹമാക്കാൻ കഴിയൂ എന്നോർമ്മിക്കണം. അതുകൊണ്ടാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ പ്രാർത്ഥന പോലും, അതായത് ദൈവദർശനത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏതു വിധത്തിലുള്ള വഴികളിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പം ദൈവാനുഭവം, ദൈവദർശനം എന്നൊക്കെ പറഞ്ഞ് ടാർഗറ്റിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ആ വ്യക്തി കടന്നു പോകേണ്ട ചില വഴികളുണ്ട്. അത് ആത്മീയ പിതാക്കന്മാർ പറയും. അതിന് ചുവട് പിടിച്ച് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആത്മീയ പിതാക്കന്മാർ പറയണത്, നിനക്ക് വെള്ളത്തിൽ താന്നു കിടക്കുമ്പം ശ്വാസത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം പോലെ അത്രയ്ക്ക് ആഗ്രഹത്തോട് കൂടിയിട്ട് തിരഞ്ഞാലേ തമ്പുരാനെ നിനക്കറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. അപ്പം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ഒരു വ്യക്തിക്ക് ദൈവാനുഭവത്തെ സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധം തൻ്റെ ജീവിതത്തെ മാറ്റണം. തൻ്റെ ജീവിതത്തിന് സ്വർഗം സ്വപ്നം കാണുന്ന വിധത്തിൽ മാറ്റാനായിട്ട് തയ്യാറാവണം. മറിച്ച് തൻ്റെ ഇഷ്ടം പോലെ, തൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് ഒരാൾ ദൈവത്തെ തേടുന്നതെങ്കിൽ, തന്നിഷ്ടം കൊണ്ടാണ് ദൈവത്തെ തേടുന്നതെങ്കിൽ, തനിക്ക് വേണ്ടിയാണ് ദൈവത്തെ തേടുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുന്നത്. വിശുദ്ധൻ പറയാണ്, സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈശോയെ നിന്നെ തേടുന്നത് എങ്കിൽ എനിക്ക് മുമ്പിൽ ആ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കണമേ. നരകത്തിൽ പോകുമെന്നുള്ള ചിന്തയോടെയാണ് എങ്കിൽ എന്നെ നരകത്തിലേക്ക് തള്ളിയിടണമേ. അങ്ങയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്നെ മാറോട് ചേർത്ത് പൊതിഞ്ഞ് അനുഗ്രഹമാക്കണമേ. ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിറയേണ്ടത് ഈ സ്വർഗം ലക്ഷ്യമാക്കിയോ നരകത്തിൽ പോകുമെന്ന ഭയമോ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങളോ ആണ് എങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായപ്പം ക്രിസ്തുവിൻ്റെ മരണശേഷം ഉത്ഥാനാനന്തരം തിബേരിയോസിൻ്റെ തീരത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 21 നമ്മൾ വായിക്കുന്നുണ്ട്, തിബേരിയോസിൻ്റെ തീരത്ത് ശിഷ്യർ വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോവുകയും ആ നട്ടപ്പാതിരാവിൽ ഒന്നും കിട്ടാതെ നട്ടം തിരിയുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ തമ്പുരാൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി അവരുടെ ഉള്ളിൽ ഉറകെട്ടുപോയ, അവരുടെ ഉള്ളിൽ ചാരം മൂടിപ്പോയ ആ സ്നേഹത്തെ ഒന്ന് തൊട്ടുണർത്തിയിട്ട് യോഹന്നാൻ പറയുന്നുണ്ട് അവിടെ കൃത്യമായിട്ടും, അവിടെ നമ്മുടെ കർത്താവ് അത് ഗുരുവാണെന്നറിയാൻ തക്കവിധമുള്ള ഹൃദയ ജ്വലനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവർ ഈ നഷ്ടപ്പെടലുകളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വെട്ടിട്ട് അനുഗ്രഹമുള്ളവരായി മടങ്ങുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം ലുക്കാൽ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. അവരും ഇതുപോലെ ഇങ്ങനെ ഹൃദയം മന്ദീഭവിച്ചവരും തർക്കിക്കുന്നവരും വാദിക്കുന്നവരും കണ്ണുകൾ മൂടപ്പെട്ടവരും ഒക്കെയായിട്ട് കടന്നു പോകുന്നു. തമ്പുരാൻ ഇങ്ങനെ വചനപ്പൊരുൾ പതിയെ പതിയെ വിടർത്തിക്കൊടുത്തിട്ട് ഹൃദയാന്തരാളത്തിൽ അവരിങ്ങനെ വല്ലാത്തൊരു ചലനം, ഒരു വൈബ്രേഷൻ, അവൻ വചനം പറഞ്ഞപ്പം ഹൃദയം ജ്വലിച്ചു എന്നൊക്കെ അവർ ഒടുവിൽ പറയുന്നുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പം അവർക്ക് ആ നഷ്ടം ഒരു ഭാരമായിട്ട് മാറിയില്ല. അവർ ഉപേക്ഷിച്ചു പോയത് അവരെ ഭാരപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപേക്ഷിച്ചവർക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കൃപയിലാണ് ഉപേക്ഷയുടെ വഴി നിൻ്റെ ജീവിതത്തിൽ നീ സ്വീകരിച്ചത് എങ്കിൽ
നിനക്ക് അനുഗ്രഹമുണ്ട്. ഗതികേട് കൊണ്ടാണെങ്കിൽ ഒരു ഗുണമില്ല. പല ആളുകളും ജീവിതത്തിൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കണം. കുടുംബജീവനമാകട്ടെ, സമർപ്പണ ജീവിതമാകട്ടെ. ചില ആളുകൾ ഇങ്ങനെ, ഒരു ചേച്ചിയോട് പറഞ്ഞോ, ഞാൻ 30 കൊല്ലം ഇയാളെ സഹിച്ച്, 30 കൊല്ലം സഹിച്ച്. അത് ഇങ്ങനെ താല്പര്യത്തോടെ ഒന്നുമല്ല, നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അവിടെ ഉപേക്ഷയുടെ ഒരു മൂടുപടം ഉണ്ടായിരുന്നു. ഉപേക്ഷയുടെ ഒരു മൂടുപടം ഉണ്ടായിരുന്നു. വൈവാഹിക ജീവിതം കഴിഞ്ഞ് 25 കൊല്ലം പിന്നിട്ടിട്ടും ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടിയ ചില തിക്താനുഭവങ്ങൾ, അതും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ ചില നെഗറ്റീവ് എക്സ്പീരിയൻസുകളെ അങ്ങനെ തന്നെ കൊണ്ട് നടന്നിട്ട് അതൊരു ഭാരമായിട്ട് കണ്ട് അതിൻ്റെ പേരിൽ ഈ അടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്നൊക്കെ കരുതിയിട്ട് ഈ മൂടുപടത്തിനകത്ത് കഴിയുന്ന ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കണം. ആത്മീയ പിതാക്കന്മാർ പറയാണ്, എന്തു കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഒടുവിൽ നമ്മുടെ ജീവനം നിരാശപ്പെടും. അതുകൊണ്ടാണ് ബൈബിളിലെ സുവർണവാക്യം എന്നൊക്കെ പറഞ്ഞ് മത്തായി സുവിശേഷം 7:12 പറയണത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമവും പ്രവാചകന്മാരും. എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊടുക്കാൻ പഠിക്കുക. എന്നെ എല്ലാവരും ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആദരവ് കൊടുക്കാൻ പഠിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതുന്ന ഒരുപാട് ആഗ്രഹങ്ങളുടെ, ഇഷ്ടങ്ങളുടെ മേഖലയിലേക്ക് ആ മേഖലയെ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഈ ഉപേക്ഷിക്കലിൻ്റെ പുറകിൽ നാം മനസ്സിൽ കുറിക്കേണ്ട കാര്യം. ആത്മീയപിതാക്കന്മാർ പറയണത്, എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ള അന്വേഷണത്തിൽ നിൻ്റെ ജീവിതം മാറട്ടെ. എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്ക്. ഇന്ന് പല മാതാപിതാക്കളും എന്ത് കൊടുക്കാം എന്നല്ല, എന്നാ കിട്ടും എല്ലാ മനുഷ്യനുമുണ്ട്. ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിന്നെ ഒരിക്കലും മടക്കി വിളിക്കില്ലാത്തവന് വിരുന്നു കൊടുക്കാൻ നീ തയ്യാറാവണം. നിന്നെ ഒരിക്കലും പരിഗണിക്കില്ലാത്തവൻ്റെ മുമ്പിൽ പങ്കുവെക്കാനായിട്ട് തയ്യാറാവണം. വളരെ അത്ഭുതകരമാണ് ചില ആത്മീയ വിചാരങ്ങൾ. ഇങ്ങനെ കിട്ടിയാലെന്ന് ഉറപ്പുള്ളിടത്ത് കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ ബലം. കണക്ക് പറയാതെ നോക്കാതെ കൊടുക്കുക, വാരി കൊടുക്കുക, അളന്ന് നോക്കാതെ കൊടുക്കുക. ഈ പണ്ടൊക്കെ വീട്ടിലൊക്കെ ഓർക്കുന്നുണ്ട്, നെല്ല് മെതിക്കുന്ന കാലത്തുമൊക്കെ ആ കാരണവന്മാർക്കൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അത് മെതിച്ച് അളന്ന് കഴിയുന്ന സമയത്ത് 5-1 6-1 എങ്ങനെയാണോ അതിൻ്റെ കണക്ക് നെല്ല് അളന്ന് 5 ഉടമസ്ഥനും 5 കഴിയുമ്പം ഉള്ളത് ഈ പണിക്കാരനും. ചില ആളുകളൊക്കെ ഈ പണിക്കാരുടെ ആ അളവിനകത്ത് വലിയ ദുഷ്ടത കാണിക്കാറുണ്ട്. വേറെ ചില ആളുകളൊക്കെ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ആ പണിക്കാരൻ്റെ അളവിന് അതിങ്ങനെ കൂമ്പാരം കൂട്ടി ഞെക്കി അമർത്തി അളന്ന് കൊടുക്കുകയാണ്. അതിങ്ങനെ ഉള്ളിൽ ബോധ്യം കിട്ടിയത് ആ കൊടുക്കലൊന്നും നഷ്ടപ്പെടലുകളല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധത്തിൻ്റെ പിൻബലത്തിലാണ് ചെയ്യുന്നത്. ഇന്നിപ്പം ഈ നഷ്ടപ്പെടുത്തിയ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യാസത്തിൻ്റെ പേരാണ് അഭിനയം. കുടുംബജീവിതത്തിലൊക്കെ വളരെ പ്രകടമായിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. അഭിനയമാണ്. അഭിനയത്തിനൊരു പരിമിതിയുണ്ട്. അത് സംഗതി ക്യാമറ മാറിക്കഴിയുമ്പം ജീവനം അപകടകരമായി മാറും. അഭിനയിക്കുക എന്നത് ഒരുപക്ഷേ സ്കില്ലുള്ള ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ജീവിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്, അഭിനയിക്കലും അനുഗമിക്കലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അഭിനയിക്കുക എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കെട്ടുന്ന ഒരു വേഷം മാത്രമാണ്. അത് അഴിച്ചു മാറ്റിയാൽ, വേഷം കെട്ടുമാറിയാൽ, വേഷം മാറ്റിയാൽ പിന്നെ ഒരു വ്യത്യാസം. ചിലരൊക്കെ പറയല്ലേ, ഇപ്പോൾ ഈ വേഷം മാറിയാൽ നിന്നെക്കാളും ചീപ്പാന്നൊക്കെ പണ്ടൊരു അച്ഛൻ പറഞ്ഞു എന്നും പറഞ്ഞ ആൾക്കാർ കളിയാക്കണമാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊരു സംസ്കാരം അല്ല നമ്മൾ പഠിക്കേണ്ടത്. അഭിനയമല്ല, ഇത് അനുഗമിക്കല. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അനുഗമിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ പുറകിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഉപേക്ഷയുണ്ട്. ഈ ഉപേക്ഷയുടെ ഭാഗമായി ജീവിക്കണമെങ്കിൽ കൃപയുടെ അത്യന്താപേക്ഷിതമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവണം. അഭിനയത്തെക്കുറിച്ച് പറയണത്, അഭിനയവേഷങ്ങൾ ഊരി അപകടകരമായ പാതയിലേക്ക് ഗമിക്കുകയാണ് അനുഗമിക്കൽ. അഭിനയത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ മാറ്റിയിട്ട് പച്ച മനുഷ്യനെ പോലെ ജീവിക്കുക. ഞാൻ അങ്ങനെ കാണാനായിട്ട് ഇടവന്നു. UK യിലൊക്കെ താമസിച്ചപ്പം, നമ്മുടെ പനക്കിലച്ചൻ്റെ കൂടെയൊക്കെ താമസിച്ചപ്പം എനിക്ക് വല്ലാണ്ട് കൗതുകം തോന്നി. അതായത് എന്തു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണെന്നോ തൻ്റെ വളരെ സ്വകാര്യമായി കരുതുന്ന ഇടങ്ങളെപ്പോലും നമുക്കായിട്ട് തുറന്നിടുകയും അവിടെയൊക്കെ ഉള്ള അച്ഛന്മാരുടെയൊക്കെ ഇടപെടൽ വഴിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സത്യം, എന്ത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ഓരോ വ്യക്തികളോടും അവരിടപഴകുന്നത്. അതെത്രയോ അനുഗ്രഹീതമായൊരു നിലപാടാണ്. അതുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആഴത്തിൽ പഠിച്ചു കടന്നു പോകുമ്പം ഉപേക്ഷിക്കലിൽ ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഉപേക്ഷിക്കൽ ചോരയിൽ എഴുതിയതുപോലെ കുറേ നിബന്ധനകളുള്ള കാര്യമാണ്.
ഫിലിപ്പിയ ലേഖനം 1:21 പറയും, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പൗലോസ്ലീഹ തൻ്റെ ഉപേക്ഷിക്കൽ വഴിയായിട്ട് ശരിക്കും കടന്നു പോകുന്നത് ഈ ചോരയിൽ കുതിർത്തപ്പെട്ട, എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ പീഡനം, ദുരിതം, കഷ്ടപ്പാടുകൾ, അടികൾ, കപ്പലപകടങ്ങൾ, ഇങ്ങനെ നീണ്ട ലിസ്റ്റുകൾ അവതരിപ്പിച്ച് പൗലോസ് പറയുകയാണ്, ഇതിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് എനിക്ക് കരുത്തായി മാറിയത് ഉപേക്ഷയുടെ വഴികളിൽ ഞാൻ ആർജിച്ചെടുത്ത കൃപകളാണ്. ഏതു ജീവിതാവസ്ഥയിലും ഉപേക്ഷയുടെ വഴികളിൽ അനുഗ്രഹമായി നമുക്ക് മാറണോ? വഴി ഒന്നേ ഉള്ളൂ, ഉപേക്ഷിക്കലിൻ്റെ പുറകിൽ തമ്പുരാൻ ചേർത്ത് വച്ചിരിക്കുന്ന ഈ അഭിഷേകത്തെ സ്വീകരിച്ചിട്ട് ഈ ചോര കൊണ്ടെഴുതിയ അനുഗ്രഹത്തെ ആർജിച്ചെടുക്കാനായിട്ട് തീരുമാനമെടുക്കണം. ചില ആൾക്കാരൊക്കെ പറയുന്നൊരു സങ്കടമുണ്ട്, മോശമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് കഷ്ടപ്പാടും ദുരിതമൊന്നും ഉണ്ടായിരുന്നില്ല അച്ചു, നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം ഇതിപ്പം ഒഴിയാവാതെ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനം വരിക. അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. നന്നായി ജീവിക്കുന്നവന്, ഞാൻ അതിനോട് തികച്ചും വ്യത്യാസപ്പെട്ട ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. നന്നായി ജീവിക്കുന്നവനെ നോക്കാൻ കഴിയാത്തൊരു ദൈവത്തിൻ്റെ പക്ഷത്താണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ എത്രയോ ഭാഗ്യദോഷികളാണ്. അപ്പം അതുകൊണ്ട് അതൊരിക്കലും ശരിയല്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഈ മോശമായിട്ടു ജീവിക്കുന്നവന് ഇടുത്തി പോലെ ഒരു ദിവസം എല്ലാം അവസാനിക്കുന്ന ഒരു സഹനത്തിൻ്റെ ദുരന്തത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നത് അവൻ അറിയില്ല. മറിച്ച് ഈ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ്റെ പ്രത്യേകത എന്തെന്ന്, അവന് ചിലപ്പം പലപ്പോഴായിട്ട് വലുതും ചെറുതുമായ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങൾ കടന്നു വരും. അതിനെ ഇങ്ങനെ ഒന്നിനു പുറകൊന്നായിട്ട് അതിജീവിച്ച് കടന്നു പോകാൻ പറ്റും. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അങ്ങനെ തമ്പുരാനോട് ചേർന്ന് ജീവിച്ച് കടന്നു പോകുമ്പം മിച്ചമൊന്നുമില്ലെങ്കിലും ഒന്നിനും കുറവ് വന്നിട്ടില്ല. ഒരു ചേട്ടനോട് പറഞ്ഞ, ഒന്നും മിച്ചമില്ലച്ചോ, കണക്ക് നോക്കി എന്നാ ഉള്ള മിച്ചം, പക്ഷേ മക്കളെ കെട്ടിക്കേണ്ട സമയത്ത് കെട്ടിക്കാൻ പറ്റി, അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കാൻ പറ്റി. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് ഉപേക്ഷിക്കലിൻ്റെ പുറകിൽ സ്വർഗം ചേർത്തു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്നോർമ്മിക്കണം. ഇനി ഉപേക്ഷിക്കലിനോട് ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ട രണ്ടാമത്തെ ഒരു പ്രത്യേകത, അഭിനയിക്കുന്നവരിൽ അർപ്പണബോധമില്ലെന്ന് ഓർത്തോണം. അഭിനയിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആത്മാർത്ഥതയൊന്നും ഉണ്ടാവില്ല. അത് ഈ മെയ് ഹെൽപ്പ് യു എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ, അതൊരു അഭിനയമാണ്. ആത്മാർത്ഥതയുണ്ടാവില്ല, അർപ്പണബോധം ഉണ്ടാവില്ല. ഈ ഉപേക്ഷിക്കലിനോട് ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കാര്യം, വിശ്വസ്തത പ്രധാനപ്പെട്ടതാണ്. വിജയമല്ല, വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ടത്. മത്രസ്യ പുണ്യവതിയുടെ വാക്കുകൾ. അതായത് ജീവിതത്തിൽ തമ്പുരാനോട് എന്തുമാത്രം വിശ്വസ്തതയോട് കൂടിയിട്ടായിരുന്നു വിജയം നോക്കുന്നവനല്ല, വിശ്വസ്തതയെ അളക്കുന്നവനായ നമ്മുടെ തമ്പുരാൻ. അത് ചില ആളുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അച്ഛാ, എനിക്ക് തമ്പുരാൻ്റെ അടുത്ത് കൊടുക്കാനില്ല എന്ന് അറിവുണ്ടായിട്ട് പോലും കൊടുക്കാമെന്നൊരു തീരുമാനം ഞാൻ പ്രഖ്യാപിക്കുമ്പം ദൈവം ഇടപെടുന്നത് കാണാനായിട്ട് ഇടവന്നു. പള്ളി പണിയാനായിട്ട് കൊടുക്കാനൊന്നുമില്ല എങ്കിലും കൊതിയോടെ തമ്പുരാനോട് പറയാം, എൻ്റെ പൊന്ന് തമ്പുരാനെ, നാട്ടുകാർക്ക് പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനിച്ച് ആഗ്രഹിച്ച് കൊടുക്കണം. അപ്പോൾ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് ആ മേഖലയിൽ ഇടപെടുന്നതായി ആളുകൾ ഇങ്ങനെ പറഞ്ഞ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഈ ഉപേക്ഷിക്കലിൻ്റെ പുറകിലൊരു വിശ്വസ്തതയുടെ ഭാഗം ചേർത്ത് വെച്ചാൽ, അത് കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലുമൊക്കെ വിശ്വസ്തതയോട് കൂടിയിട്ട് ഉപേക്ഷയെ കൈകാര്യം ചെയ്താൽ അനുഗ്രഹമുണ്ടാവും. മറ്റൊരു കാര്യം, സഹനത്തിൻ്റെ ബലത്തോട് കൂടിയിട്ട് ഉപേക്ഷകളെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഉപേക്ഷകളുടെ പുറകിൽ ഒരു സഹനത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകും, അതിനെ ബലത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. അല്ലാതെ ഈശോ എന്നാ പറയാനാ, കുടുങ്ങിപ്പോയി. സെമിനാരിയിലൊക്കെ ക്യാമ്പിന് വരുന്ന പിള്ളേരെക്കുറിച്ച് ഞങ്ങളുടെ അച്ഛൻ പറയുമായിരുന്നു, പെട്ടുപോയി വാട്ടിടും, പെട്ടുപോയി ഇപ്പം എന്നാ ചെയ്യാനാ എന്ന് പറയുന്നൊരു ശൈലി. അത് ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ഞാൻ ഈ കെണിയിൽ പെട്ടുപോയച്ചാ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇതൊക്കെ ആയില്ല, അങ്ങ് പോട്ടെ, പോകുന്നിടം വരെ പോട്ടെ. അത് അപകടകരമായ ഒരു ശൈലി. അതുകൊണ്ടാണ് സഹനത്തിൻ്റെ ബലം ഈ ഉപേക്ഷിക്കലിൽ നമ്മളെ വല്ലാതെ ശക്തിപ്പെടുത്തും. അവസാനമായിട്ട് ലക്ഷ്യബോധം വേണം. ഉപേക്ഷിക്കൽ ചുമ്മാ ഒരു സമയം കിട്ടിയപ്പം ഒറ്റ മൂച്ചിന് ഒറ്റ ആവേശത്തിന് അതല്ല, ലക്ഷ്യബോധത്തോട് കൂടിയിട്ട്. ക്രിസ്തു വിളിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കണത് നിങ്ങളെ ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണത്, മറ്റൊന്നുമല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട്. ഇതെല്ലാം പറഞ്ഞും കൊടുത്തും പരിശീലിപ്പിച്ചും കടന്നു വന്നിട്ടും ശിഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഉപേക്ഷയുടെ ആത്മീയതയെ വേണ്ടും വിധവനും മനസ്സിലായില്ല. ക്രിസ്ത്യാനുകരണം 3-ാം പുസ്തകം 2-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, കർത്താവേ, നാശോന്മുഖമായ എൻ്റെ ആഗ്രഹങ്ങളെ എന്നിൽ നിന്ന് വേരോടെ പെഴുതു കളയുക. എൻ്റെ ആത്മരക്ഷയ്ക്കും
അങ്ങയുടെ സംപ്രീതിക്കും ഉപകരിക്കുന്നവ മാത്രം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുക. അപ്പം ക്രിസ്ത്യാനിഗണം പറയാണ്, എൻ്റെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയ്ക്കുമൊക്കെ ഉപകാരപ്പെടുന്നത് മാത്രം എന്നെ അനുവദിച്ച് എന്നെ മുൻപോട്ട് കൊണ്ടുപോകണം. ഉപേക്ഷയുടെ ആത്മീയതയിൽ ക്രിസ്ത്യാനിഗണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നെഞ്ചിൽ സൂക്ഷിക്കണം എന്നുള്ളത്. വീണ്ടും ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിനോട് ബന്ധപ്പെടുത്തി ക്രിസ്ത്യാനിഗണം 1-ാം പുസ്തകത്തിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യർത്ഥമാണ്, അവ വെറും ആഗ്രഹങ്ങളായി കടന്നു പോവുകയാണ്, പ്രാവർത്തികമാക്കാൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആകയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അങ്ങയുടെ തിരുവിഷ്ടം അനുഷ്ഠിക്കാനും ഞങ്ങൾക്ക് വരം തരണമേ. അപ്പം തിരുവിഷ്ടത്തിനു ചേരുന്ന ആഗ്രഹങ്ങളാക്കി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റിയിട്ട് അത് പൂർത്തിയാക്കാനുള്ള കൃപയും അനുഗ്രഹവും തരണേ എന്ന് പറയാണ്. ചില ആൾക്കാർ ഈ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ആ വഴിക്ക് കാണുകയില്ല. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു ദമ്പതി, ഒരു കുടുംബം, ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് തിരുത്തണം, മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിച്ചിട്ടേ ഇല്ല. എളുപ്പത്തിൽ, ഉപേക്ഷയൊന്നുമില്ലാതെ ഈസി വേയിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നാണ് അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-6 വചനങ്ങൾ പറയും: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ചെയ്യുക, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവത്തിൽ ആശ്രയിച്ച് ബുദ്ധിയെ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് ഒരു ദൈവികമായ കൃപാവഴികളോടുകൂടെ ജീവിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്തിട്ട് ഈ ഉപേക്ഷകളെയൊക്കെ പുണ്യമായും അനുഗ്രഹമായും അഭിഷേകമായും രൂപാന്തരപ്പെടുത്തും. അപ്പം ഉപേക്ഷയ്ക്കൽ ഭാരമാകാതിരിക്കാനായിട്ട് ഒരു 4 കാര്യം മനസ്സിൽ കുറിച്ചാൽ ഈ ചിന്തകൾ അവസാനിക്കും. ഒന്നാമത്തേത്, ബോധപൂർവം ഉപേക്ഷിക്കുക, കോൺഷ്യസ് ആയിട്ട് ഉപേക്ഷിക്കുക, നല്ല താല്പര്യത്തോട് കൂടിയിട്ട് ഉപേക്ഷിക്കുക. സെമിനാരി പരിശീലനത്തിലൊക്കെ ആവർത്തിച്ച് നമ്മളോട് വെളിയിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ബോധപൂർവം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. പ്രാർത്ഥനാപൂർവ്വം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം നല്ല പ്രാർത്ഥനയുടെ ബലമുണ്ടെങ്കിൽ അതൊരു ഫ്ലൂയിഡാണ്. പ്രയർ ഇസ് എ ഫ്ലൂയിഡ് ദാറ്റ് വർക്ക്സ് ഇൻ ബിറ്റ്വീൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപേക്ഷിക്കുന്ന വഴിയാത്രയിൽ പരുക്ക് പറ്റാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഈ പ്രാർത്ഥന. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവസ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുക, തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ഉപേക്ഷിക്കുക. നാലാമത്തേത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉപേക്ഷിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പം ഈ ഉപേക്ഷകൾ നമുക്ക് നൽകുന്നത് ഭാരമല്ല, ഉപേക്ഷകൾ നമുക്ക് നൽകുന്നത് ബുദ്ധിമുട്ടല്ല, അനുഗ്രഹമാണ്. അനിയൻ ചേട്ടനെ, വികലാംഗനായ ചേട്ടനെ ചുമന്നുകൊണ്ട് പോകുമ്പം ആരോ വഴിയാത്രക്കാർ ചോദിച്ചു അത്രേ, ഭയങ്കര ഭാരമുണ്ടല്ലേ? ഉടനെ അവൻ പറഞ്ഞ മറുപടി, ഭാരമല്ല, ഇതെൻ്റെ ജ്യേഷ്ഠനാണ്. അതാണ് ആത്മീയത. അവസാനിപ്പിക്കും മുമ്പേ ഗലാത്യ ലേഖനം 2:20 പറയും, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പൗലോസ് ഈ ഉപേക്ഷയുടെ ആത്മീയതയെ തൻ്റെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള എൻ്റെ ആഭിമുഖ്യം, ക്രിസ്തുവിനോടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ചേർന്ന് നിൽക്കൽ, അതാണ് അനുഗ്രഹം, അതാണ് അത്ഭുതം. ഉപേക്ഷിക്കലിൻ്റെ ആത്മീയത പഠിപ്പിക്കുന്ന പാഠങ്ങളെ നമ്മുടേതാക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഉപേക്ഷിച്ചാൽ എന്ത് കിട്ടുമെന്ന ചോദ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. നോമ്പെടുത്താൽ എന്ത് കിട്ടും? ഉപവാസം എടുത്താൽ എന്ത് കിട്ടും? പള്ളിക്ക് കൊടുത്താൽ എന്ത് കിട്ടും? പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഉപേക്ഷയുടെ പുറകിൽ തമ്പുരാൻ്റെ കൃപ കൂടി ചേർത്താൽ അത്ഭുതങ്ങൾ നടക്കും, അത് അനുഗ്രഹമാകും. നല്ല തമ്പുരാനെ, ഉപേക്ഷിക്കുമ്പം സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, താല്പര്യത്തോടെ, വിശ്വാസത്തോടെ, ആശ്രയബോധത്തോടെ ഉപേക്ഷിക്കാൻ വിശുദ്ധ പൗലോസിലൂടെയും ക്രിസ്ത്യാനികരണത്തിലൂടെയും പഠിപ്പിച്ച പാഠങ്ങളെ സ്വന്തമാക്കാൻ ഞങ്ങൾ കൃപയേകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.